ബംഗാളിൽ മദ്രസകളിൽ വന്ദേമാതരം നിർബന്ധമാക്കി എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് വരും. അവിടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വന്ദേമാതരം നിർബന്ധമാക്കി എന്ന് അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടിക വരുന്നതാണല്ലോ മദ്രസകൾ. ഉറപ്പാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മദ്രസകളിൽ വന്ദേമാതരം നിർബന്ധമാക്കിയതിൽ നമ്മൾ ആശങ്കപ്പെടാനൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വാർത്ത ഇത് കണ്ടപ്പോൾ ദേശാഭിമാനിയിൽ ഇങ്ങനൊരു വാർത്ത കണ്ടു. അവരതിനെ വളച്ചൊടിച്ചിരിക്കുന്ന രീതിയാണ്. ഗംഭീര വളച്ചൊടിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് അന്യമത വിദ്വേഷം പടർത്തുന്ന ആ ലൈനുകൾ, വന്ദേമാതരത്തിൽ അങ്ങനെ കുറേ ലൈനുകളുണ്ടെന്നും അത് ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ വാർത്ത. ഒന്ന് ആലോചിച്ച് നോക്കി. വന്ദേമാതരം ഇന്ത്യയുടെ പ്രാഥമിക ദേശഭക്തി ഗാനമാണ്. പ്രാഥമികം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം 1857 രൂപം കൊള്ളുമ്പോൾ, എല്ലാം ശക്തി പ്രാപിക്കുമ്പോൾ അന്നത്തെ വിപ്ലവകാരികൾ പാടിക്കൊണ്ടിരുന്ന പാട്ടിതാണ്. ബംഗിമേന്ദ്ര ചാറ്റർജി ആണ് എഴുതിയത്. അദ്ദേഹം അദ്ദേഹം ബംഗാൾ സ്വദേശിയാണ്, ബംഗാളുകാരാണ് അദ്ദേഹം. ബംഗാളുകാർ നമ്മളെ നോക്കുന്ന ഈ നമ്മുടെ ദേശീയ ഗാനം ഇത് രണ്ടും എഴുതിയത് ബംഗാളുകാരാണ്. രവീന്ദ്രനാഥ് ടാഗോർ ജനഗണമന എഴുതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അവർ സ്വന്തം അവർ ജനിച്ച നാട്ടിൽ പോലും ഇത് ചൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്, അതായത് പിറവിയെടുത്ത സ്ഥലമാണ്. ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ അതിലെ പറയുന്ന പോരാളികൾ ഉപയോഗിക്കുന്ന പാട്ടാണിത്, ഈ വന്ദേമാതരം. അതിനൊപ്പം ജനഗണമന രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയത്, ഇതെല്ലാം ബംഗാളിയിലുള്ളതാണ് അല്ലേ? അതെ അതെ. അപ്പോൾ ഈ സംഭവം, ഈ രണ്ട് പദ്യങ്ങൾ അല്ലെ, രണ്ട് ദേശഭക്തി ഗാനങ്ങൾ, ഒന്ന് നമ്മുടെ ദേശീയ ഗാനവും മറ്റൊന്ന് ദേശഭക്തി ഗാനവും, അത് BJP സർക്കാർ അത് കൊണ്ടുവന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ ഇത് പാടുന്ന ചടങ്ങുണ്ട്, അതിന്റെ 4 വരിയെ വെട്ടിക്കളഞ്ഞു. അത് കോൺഗ്രസിന്റെ കാലത്താണ് അത് വെട്ടിക്കളഞ്ഞത്. കോൺഗ്രസ് ഞങ്ങൾ മതേതരവാദികൾ എന്നുള്ള ഒരു രീതിയിലാണ് അതിനകത്ത് അങ്ങനെ ഒരു നീക്കം നടത്തിയത്. പക്ഷെ ഇപ്പൊ എന്ത് പറ്റി? ഈ പറയുന്ന എല്ലാ സ്ഥലത്തും വന്ദേമാതരം ചൊല്ലേണ്ടി വന്നു. ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്ന മൊത്ത സ്ഥലത്തും ആദ്യം പ്ലേ ചെയ്ത് വന്ദേമാതരത്തിന് ശേഷമാണ് ദേശീയ ഗാനം പോലും ആലപിച്ചത്. തമിഴ്നാട്ടിൽ വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു അവരെ തമിഴ് പാട്ട്. അപ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്? ശരിക്കും ബംഗാളിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ബംഗാളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത് തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥനാ ഗാനമായിട്ട് വന്ദേമാതരം വരണം എന്ന് ആവശ്യപ്പെടുമ്പോൾ വന്ദേമാതരം ചുമ്മാ അങ്ങ് പാടിയാൽ പോരാ, അതിന്റെ പൂർണ്ണ രൂപം പാടണം. അതാണ് പ്രത്യേക നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ. അപ്പോൾ എല്ലാ വിദ്യാഭ്യാസ വകുപ്പുകൾക്കും നിർദ്ദേശം കൊടുത്തു. അപ്പോൾ ഈ മദ്രസ എഡ്യൂക്കേഷൻ വകുപ്പുണ്ട്, അത് പ്രത്യേക വകുപ്പായിട്ടാണ് അത് അവിടെ ഉള്ളത്. അതിനെ ആരും തടയുന്നില്ല, മദ്രസകളെ ആരും തടഞ്ഞിട്ടില്ല. മദ്രസകളിൽ എല്ലാവരും ഇത് ചൊല്ലണം, അവരെ അല്ലെങ്കിൽ നിങ്ങളെ അത് ചെയ്ത് ഭീഷണിയൊന്നുമില്ല. സർക്കാർ ഒരു നിയമം പുറത്തിറക്കുന്നു, അങ്ങനെ ഒരു നിയമം നേരത്തെ ഉള്ളതാണ്. BJP സർക്കാർ ഭരിക്കും. ഇപ്പം കേരളത്തിലെ കോൺഗ്രസ് സർക്കാർ ഇവിടുത്തെ സ്കൂളുകളിൽ മൊത്തം വന്ദേമാതരം പാടാൻ പറഞ്ഞ ഒരു ഉത്തരവ് ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല VD സതീശൻ പറഞ്ഞ അതിന്റെ സത്യം പറഞ്ഞ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല, രാജ്ഭവനാണ് തീരുമാനിക്കുന്നത്. അവരെ നടത്തി ചടങ്ങാണ്. പിന്നെ ഞങ്ങൾക്ക് നിർത്തി ഇറങ്ങി പോകാൻ പറ്റില്ല, നിർത്തുന്ന പറയാനും പറ്റില്ല. അത് ദേശീയ ഗാനത്തോടുള്ള അവഹേളനമായി മാറും, ദേശഭക്തി ഗാനത്തോടുള്ള അവഹേളനമായി മാറും. ഈ CPM സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ അവർ നന്ദി പറയേണ്ടത് BJP-യോടാണ്. കാരണം ഈ ദീദി അവരെല്ലാം അടിച്ച് കാല് തല്ലി ഒടിച്ച് നാട് കടത്തി വിട്ടവർ ഇപ്പോൾ എല്ലാം തിരിച്ചെത്തി BJP എന്നോടുകൂടി അവർ വീണ്ടും പാർട്ടി ഓഫീസുകൾ തുറക്കുന്നു. CPM-ന്റെ അവർ വീണ്ടും ഈ നമ്മുടെ കേരളത്തിൽ പൊറോട്ട അടിക്കാൻ വന്ന പഴയ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ തിരിച്ച് നാട്ടിലെത്തി അവിടെ വീണ്ടും പാർട്ടി പ്രവർത്തനം ആരംഭിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ളൊരു ചുറ്റുപാടില്ല. ദീദി തിരിച്ചു വന്നാലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് എന്നിട്ട് അറിയുകയും ചെയ്യാം നാളെ. എന്തായാലും സുവേന്ദു അധികാരി വളരെ ശക്തമായിട്ട് തന്നെയാണ് നിലപാട്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ മദ്രസകളിൽ ഈ ഗാനം ആലപിക്കാനും തുടങ്ങി. നിയമം കൊണ്ടൊന്നും അനുസരിച്ചേ പറ്റും. ഇതിന് ഇവർ നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ ദേശാഭിമാനി കണ്ടത്, എന്നിട്ട് അതിനകത്ത് വേറെ വാർത്തയുണ്ട്, ഇത് അടിച്ചേൽപ്പിക്കുകയാണ്. ഏറ്റവും രസം എന്നറിയോ, അവിടെ ബീഫ് കച്ചവടം കുറഞ്ഞു. ബംഗാളിൽ ബീഫ് കച്ചവടം കുറഞ്ഞു. ഭയങ്കര ബീഫ് വിൽക്കുന്നത് സംബന്ധിച്ച് പരിഭ്രാന്തിയായി. 280 രൂപ കിലോ വിലയുണ്ടായ ബീഫിന് 600 രൂപയായി എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയാണ്. എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് അവർ വിദഗ്ധരാണ്, അവർ അതിവൈദഗ്ധ്യം നേടി. കേരളത്തിൽ ഇത്രയും പ്രബുദ്ധതയുള്ള കേരളത്തിൽ ഇവർ ഓരോ വർഗീയ വിഷം കുത്തിവെക്കുന്നത് നമുക്ക് അറിയില്ല. ഇപ്പം തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ പലതും കാണുന്നതുമാണല്ലോ. അതിനിടയിൽ കൂടെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇവിടെ ഒരു വ്യവസ്ഥാപിത നിയമവും ഭരണഘടനയൊക്കെ ഉണ്ട്. അതനുസരിച്ച് സർക്കാർ ഉത്തരവിടുമ്പോൾ അതനുസരിക്കാൻ നമ്മുടെ ബാധ്യതയാണ്. ഓർമ്മയുണ്ടോ പണ്ട് തൃശ്ശൂരം കണ്ടിട്ട് എന്തോ ഒരു വാരത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, കൃഷ്ണവാര്യർ, അത് പേര് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ് ദേശീയഗാനം പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ദേശീയഗാനത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അംഗീകരിക്കേണ്ടി വന്നു തോന്നുന്നു. അതിൽ ഏതൊക്കെ ചില മതവിഭാഗങ്ങളിൽപ്പെട്ട. പിന്നെ വേറെ ഇടയ്ക്കൊരു പരിഷ്കാരം കൊണ്ടുവന്നത്, സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ജനഗണമന പാടണം. അപ്പോൾ ഇവിടെ കണ്ട ഏറ്റവും വലിയ അശ്ലീല കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കുറേ പേര് അവിടെ കുത്തിയിരിക്കും. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ദേശഭക്തിഗാനം ആലപിക്കാൻ പറയുമ്പോൾ ഞങ്ങൾ ആലപിക്കില്ല എന്നും ഞങ്ങൾ എണീറ്റ് നിൽക്കില്ല എന്ന് പറഞ്ഞ് കുറേ പേര് കുത്തിയിരിക്കും. ഇവരെയൊക്കെ വിചാരം എന്താണ്?
ഇത് എണീറ്റ് നിന്നില്ലെങ്കിൽ ഞങ്ങൾ BJP സർക്കാരിനെയാണ്. പക്ഷേ BJPക്കാർ ബുദ്ധിമാന്മാരാണ്. ദേശഭക്തി ഗാനം എന്ന് പറയുന്നത് നാഷണൽ സിംബലാണ്. നാഷണൽ ഫ്ലാഗ് ഉണ്ട്, ഫ്ലാഗ് കോഡുണ്ട്, ദേശഭക്തി ഗാനത്തിൽ കോഡുണ്ട്. ഇതിനെ അവഗണിക്കുകയോ ഇത് പൊതു ചടങ്ങിൽ ഇത് തെറ്റായി ആലോചിക്കുകയോ ഇതൊക്കെ ക്രിമിനൽ കേസാണ്. അത് നമ്മുടെ ഈ അന്തം കമ്മികൾക്കും BJP കണ്ണുടച്ച് വിശ്വസിക്കുന്നവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്ത് സിനിമയ്ക്ക് മുമ്പ് ദേശഭക്തി ഗാനം കൊണ്ടുവന്നത്. അപ്പോൾ ഈ ദേശഭക്തി ഗാനം പാടുമ്പോൾ എണീറ്റ് നിൽക്കണം. അപ്പം എന്നും ഫേസ്ബുക്കിൽ പോസ്റ്റുകളാണ് ഓരോരുത്തർ ഇടുക, ഞങ്ങൾ BJPക്ക് അടിയറവ് വയ്ക്കില്ല. നിങ്ങൾ അവഹേളിക്കുന്ന BJP അല്ല, ഇന്ത്യയാണ്. BJP അത് സമൃദ്ധമായിട്ട് ഉപയോഗിച്ചു. അതെ അവരെ പലപ്രദമായിട്ട് ഉപയോഗിച്ചു. അല്ല, അതാണ് കാര്യം. ഇവർക്ക് ഇതൊക്കെ അറിയില്ലല്ലോ. നമ്മൾ തന്നെ ഇപ്പോൾ നമുക്ക് ഒളിമ്പിക്സിന് ഇന്ത്യക്കാർ മെഡൽ കിട്ടുമ്പോൾ നമുക്ക് അവിടെ നമുക്കൊരു അഭിമാന നിമിഷമാണ്. നമ്മൾ ഇന്ത്യക്കാരൻ മെഡലാക്കാൻ ചെല്ലുമ്പോൾ ഇന്ത്യയുടെ നമ്മളതേ കയറി നിൽക്കുന്നുണ്ട്, വിന്നിംഗ് സ്റ്റാൻഡിൽ കയറി നിൽക്കുന്നുണ്ട്. ഇതാണ് ഇടുന്നത്. അന്നേരം നമ്മളെന്താ ദേശഭക്തി ദേശീയ പതാക നമ്മളെ പുതപ്പിച്ചിട്ട് അതിൻ്റെ കയറി കയറി നമ്മൾ അറ്റൻഷനായിട്ട് നിൽക്കണം. ഓരോ തവണയും സ്റ്റേഡിയത്തിൽ നമ്മുടെ ദേശീയഗാനം മുഴങ്ങുമ്പോൾ നമുക്കൊരു വല്ലാത്ത രോമാഞ്ചമുണ്ട്. എന്താണ് ഇപ്പം തന്നെ ആണെങ്കിൽ നമ്മൾ ഒരു ക്രിക്കറ്റ് പരമ്പര നടക്കുക, ഇപ്പം ഇന്ത്യയും ഓസ്ട്രേലിയയും കൂടി ക്രിക്കറ്റ് പരമ്പര നടന്ന ആദ്യമേ തന്നെ ഈ ദേശഭക്തി ഗാനം കഴിഞ്ഞിട്ട് ഈ കളിയിലേക്ക് കടക്കും. അപ്പം ഇതിനകത്ത് ആദ്യം ഈ കളിക്കാർ ഇത് ആലോചിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ സ്റ്റേഡിയത്തിലുള്ള മുഴുവൻ ആൾക്കാരും എണീറ്റ് നിൽക്കുന്നത് നമുക്ക് കാണാം. അതൊരു റെസ്പെക്റ്റ് ആണ്, അതൊരു മര്യാദയാണ്. അപ്പൊ പണ്ട് ദേശഭക്തി ഗാനം ആലോചിച്ചപ്പം ശശി തരൂർ കൈ ഇങ്ങനെ വെച്ചെന്നും പറഞ്ഞ് വലിയ അപ്പൊ വീണ്ടും ചർച്ച വന്നു. ദേശഭക്തി ഗാനം ആലോചിക്കും അറ്റൻഷനായിട്ടാണ് ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞാൽ ബഹുമാന സൂചകമാണ്. അതെ അർത്ഥം. അത് പിന്നീട് എല്ലാവരും ഇതിന്റെ കോഡും കോണ്ടാക്ട്സും ഒക്കെ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഇതിങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാവുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഈ ഒരു രാജ്യത്ത് ഒരു നിയമം ഒരു കേന്ദ്ര സർക്കാർ പാസ്സാക്കുമ്പോൾ ആ ഒരു വിദ്യാഭ്യാസ ചട്ടങ്ങളിൽ വന്ന ഒരു നിയമമാണ്. അത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമ്പോൾ അതിനെ അനുസരിക്കണം. അതിനവിടെ മദ്രസയിൽ വന്ദേ മാതരം പാടാൻ എന്താണ് മദ്രസ ഇന്ത്യ മഹാരാജ്യത്തല്ലേ വന്ദേ മാതരം? ഇവർ സർക്കാരിന്റെ സഹായം സ്വീകരിക്കുന്നവരല്ലേ ഈ സ്ഥാപനങ്ങളൊക്കെ? അതെ, സർക്കാർ തീരുമാനമെടുത്താൽ അവർ അംഗീകരിക്കുന്ന അവർ നിർബന്ധം. അത് മാത്രമല്ല, ഇന്ത്യയുടെ ദേശഭക്തി ഗാനം ഇന്ത്യക്കകത്തല്ല, പിന്നെ വെളിയിൽ പോയി പാടാൻ പറ്റും? വെളിയിൽ പോയി പാടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ദേശീയ ഗാനമാണ്, ആ ദേശഭക്തി ഗാനമാണ്, ഇന്ത്യയെക്കുറിച്ചുള്ള സർക്കാർ നിർദ്ദേശിച്ചതാണ്. അത് പാടാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കാൻ അർഹരല്ലെന്നതിന് അത്രേ ഉള്ളൂ. അത് ലോകത്ത് നമ്മളെല്ലാവരും അവനവൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയ്ക്ക് തുല്യമാണ്. അതാണ് വന്ദേ മാതരം. നമ്മുടെ അമ്മയ്ക്ക് സമമാണ് നമ്മുടെ രാജ്യം. അപ്പം അങ്ങനെയുള്ള ഒരു ദേശഭക്തി ഗാനം വരുമ്പോൾ അത് അനുസരിക്കില്ല. ഇതൊക്കെ BJPയുടെ വർഗീയ നിലപാടാണെന്ന് പറയുന്നവരെ കുറിച്ച് നമുക്കൊന്ന് പ്രത്യേകിച്ച് പറയാൻ. എന്തായാലും കേരളത്തിലും ഇത് ഉടനെ നടപ്പാകുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഈ വന്ദേ മാതരം ആലപിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിക്കും. അങ്ങനെ വരുമ്പോൾ കേരളത്തിലും അത് ഉണ്ടായേക്കും.